ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മളിതാ ഇന്ന് ബ്ലാക്ക് കുർത്തി കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ചെയ്യാണ് കേട്ടോ. ന്യൂ മോഡൽ ഒരു കുർത്തി ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ മുമ്പേ മെറ്റീരിയൽ വാങ്ങിയതിൻ്റെ അതിൻ്റെയൊക്കെ വീഡിയോ ഷോർട്സ് വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മാച്ചിങ് കളറും എക്സ്ട്രാ പീസ് കൊടുക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ഷോർട്സ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ടൊരു വീഡിയോ വേറെ സെപ്പറേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാമറ സ്റ്റാൻഡും ക്യാമറ ഷൂട്ടിങ്ങും ഒക്കെ കുറച്ച് ലോ ആയതുകൊണ്ട് ഇടയ്ക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നല്ല ക്യാമറ നല്ല സ്റ്റാൻഡൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ വീഡിയോ ക്ലിയറും ക്ലാരിറ്റിയൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 2 മീറ്റർ മെറ്റീരിയലാണ് കേട്ടോ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. 47 ഇഞ്ചാണ് കേട്ടോ ഞാൻ ടോട്ടൽ എടുക്കുന്നത്. കുറച്ച് ലെങ്ത്തിലാണ് എടുക്കുന്നത്. പിന്നെ ഈ ഒരു കുർത്തി സ്റ്റിച്ച് ചെയ്തിട്ട് ഈ ഒരു മോഡൽ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ കമൻറ്റ് ചെയ്യാം കേട്ടോ. വാട്സപ്പിൽ മെസ്സേജും ചെയ്യാം. ഞാൻ എൻ്റെ ക്യാപ്ഷനിൽ എൻ്റെ മൊബൈൽ നമ്പർ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അതാ ഞാൻ 2 മീറ്റർ റയോണിൻ്റെ ഒരു ബ്ലാക്ക് ക്ലോത്താണ്. അതിൻ്റെ ഞാൻ ഫ്രണ്ട് പീസാണ് കേട്ടോ ആദ്യം കട്ട് ചെയ്യുന്നത്. വേണമെങ്കിൽ അത് 2 പീസ് ഒരുമിച്ച് കട്ട് ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ അതിൻ്റെ നമുക്ക് സൈഡ് ഭാഗത്ത് കുറച്ച് ലെങ്ത്ത് കയ്യിനെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിടുത്ത് കുറച്ചാൽ നമുക്ക് കയ്യിന് കുറേ ലെങ്ത്ത് കിട്ടും. അപ്പോൾ അത് വേണ്ടിയിട്ട് ഫസ്റ്റ് പീസ് ഫ്രണ്ടിലെ പീസ് ആദ്യം കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് പിന്നെ അത് വെച്ചിട്ട് ബാക്കിലെ പീസും കൂടെ കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഒരുപാട് ബാലൻസ് നല്ല വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും എടുക്കുകയും ചെയ്യാം. നല്ല ക്ലോത്ത് ബാലൻസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ എടുത്താണ്. അപ്പോൾ ഞാനിതാ സാധാരണ മുമ്പൊക്കെ ചെയ്ത അതേ മെഷർമെൻറ്റിൽ തന്നെ ഇതൊരു എക്സൽ സൈസാണ് കേട്ടോ. അപ്പോൾ എക്സൽ സൈസിലാണ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വരുന്നത്. അപ്പോൾ ഞാൻ നോർമലി അതിൻ്റെ മെഷർമെൻറ്റ് ഷോൾഡർ, നെക്ക് വിഡ്ത്ത്, റിഗാള്, ചെസ്റ്റ് റൗണ്ട്, വേസ്റ്റ് റൗണ്ട്, സീറ്റ് റൗണ്ട്, അതായത് ഹിപ്പ് റൗണ്ട് അതൊക്കെ മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കട്ട് ചെയ്യുന്നു ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നതുകൊണ്ട് വീട്ടിലെ ഒരു മോഡലാണ് കേട്ടോ നിൽപ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ഒന്ന് എല്ലാവരും ഉൾക്കൊള്ളുക കേട്ടോ. നമ്മൾ പുറത്ത് എവിടെയും ജോലിക്ക് പോകുമ്പോൾ നല്ല നീറ്റായിരിക്കുമല്ലോ ഇത്. അപ്പോൾ ഒരു പുതിയ ആളും വീട്ടിലാകുമ്പോൾ ഒരു പഴയ ആളും ആയിരിക്കും. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എല്ലാവരുടെ വീട്ടിലും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ ഫുള്ള് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതാ നമുക്ക് ആ പീസ് സ്ലീവ് കട്ട് ചെയ്യാൻ എക്സ്ട്രാ പീസ് കുറച്ചധികം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് അതായത് 44 ഇഞ്ച് വീതിയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ 47 ഇഞ്ച് ലെങ്ത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അതിൻ്റെ ഫ്ലെയർ സ്റ്റിച്ച് ചെയ്യുന്നിടത്തും ചെസ്റ്റ് റൗണ്ടിൻ്റെ അവിടെയും ആണ് അധികം മെഷർമെൻറ്റ് വേണ്ടത്. അപ്പോൾ അത് രണ്ടിനും പറ്റുന്ന ആ ഒരു മെഷർമെൻറ്റ് ആ മെറ്റീരിയലിൽ മെഷർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഒരുപാട് ബാലൻസ് മെറ്റീരിയൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ എന്താ പറയുക, സ്ലീവിനോ അല്ലെങ്കിൽ നമുക്കിനി ചെറിയ ടോപ്പുകളോ അങ്ങനെ എന്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അല്ലാണ്ട് പ്രിൻ്റൊക്കെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിക്കുള്ള പ്രിൻറ്റും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ ഇതൊന്നും സെറ്റ് ആവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ബാലൻസ് കിട്ടിയ ആ മെറ്റീരിയലിൽ ആ സ്ലീവും കട്ട് ചെയ്യാനുള്ള കിട്ടി. ഒരു ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തപ്പോൾ തന്നെ ഇത്രയും കിട്ടീനെ. അപ്പോൾ ഞാൻ അതുമ്പോൾ സെപ്പറേറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ മറ്റേ ബാക്കും കൂടെ കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നീളത്തിൽ തന്നെ അത് കിട്ടും. അപ്പോൾ ഇത് 2 സ്ലീവിനുള്ളത് ഫ്രണ്ടിൻ്റെ പീസും തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്ലീവിൻ്റെ ലെങ്ത്ത് അതിൽ നിന്ന് കിട്ടിയത് 17 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ സ്ലീവിൻ്റെ മെഷർമെൻറ്റൊക്കെ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സ്ലീവ് മെറ്റീരിയൽ കട്ട് ചെയ്യുന്നതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ ലൈനിങ് കട്ടിങ് ആൻഡ്
സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോസ് കുറേ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് പോയി കാണുക. അതിൽ നല്ല ക്ലിയർ ആയിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതും എല്ലാം നോർമൽ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ മൊത്തം അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അത് കണ്ടിട്ട് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാനിതാ ഒരു 9.5 വിടുത്താണ് എടുക്കുന്നത്. ഒരു 17 ഇഞ്ച് ലെങ്ത്തും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാനൊരു ബ്ലാക്ക് കുർത്തി ചെയ്തിരുന്നു. അത് ഞാൻ ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് വേറൊരു മോഡൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഈ ഷോപ്പിൽ ഇത് എടുക്കാൻ പോയ സമയത്ത് ഒരു കട്ട് പീസ് കണ്ടപ്പോൾ തോന്നിയതാണ് ഇതെടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാൻ തോന്നി, അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ അതിന് മാച്ചായിട്ട് ഒരു ബ്ലാക്ക് ഷോളും ഒക്കെ അങ്ങനെ എടുത്തു. അപ്പോൾ ഞാൻ സെയിൽ ചെയ്യുകയാണെങ്കിൽ സെയിലും ചെയ്യാം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എടുത്താണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മളെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിലൊക്കെ പറഞ്ഞുതരും. കൊറിയർ അയച്ചു തരണമെങ്കിൽ അങ്ങനെ ചെയ്യൂ. പിന്നെ നൈറ്റി സൈസാക്കുന്നതും അതിൻ്റെ നെക്കിൻ്റെ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് ഒരു കമൻറ്റ് കണ്ടു. അത് നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ, ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നേക്കും. അതായിട്ടൊരു വീഡിയോ ചെയ്യാനിപ്പോൾ നോക്കാം, അത്ര ഞാൻ പറയുന്നുള്ളൂ. ടൈം കിട്ടിയാൽ ചെയ്യാം. ഇപ്പോൾ നമ്മൾ സ്ലീവൊക്കെ കട്ട് ചെയ്തെടുത്തു. റയോണിൻ്റെ മെറ്റീരിയൽ പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ക്ലോത്താണ് എനിക്ക് കേട്ടോ. ഞാൻ പൊതുവേ എനിക്കിപ്പോൾ മറ്റേ എന്താ സിൽക്കും മറ്റേ ഷിഫോൺ അങ്ങനത്തെ ഒക്കെ മറ്റേ ക്രൈപ്പിൻ്റെ ലൈനിങ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യുന്ന മെറ്റീരിയലുകളൊക്കെ എനിക്ക് നല്ല ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എനിക്ക് കോട്ടനും ഇങ്ങനത്തെ റയോണിൻ്റെ മെറ്റീരിയലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ മറ്റേതൊക്കെ പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുമ്പം കുറച്ചും കൂടെ ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ നിന്നുള്ള രീതിക്ക് പാർട്ടി വെയറും എന്തെങ്കിലും ഫങ്ഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇടുന്നു എന്ന് മാത്രം. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്ലോത്ത് ഇത് രണ്ടുമാണ്, റയോണും കോട്ടണും. അപ്പോൾ ഇതാണ് ഞാൻ അതിൻ്റെ യോക്കിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ആ പീസ് കേട്ടോ. അപ്പോൾ അതൊരു റെഡിൽ പ്രിൻ്റൊക്കെ ആയിട്ടാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഒരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ മെച്ചാക്കി വെച്ചിട്ട് ഇതൊരു ക്രൈപ്പിൻ്റെ പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ കളർ ഇളുകയോ കളർ പിടിക്കുകയോ അങ്ങനെയൊന്നും ആവില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിന് യോക്കിന് എത്രയാണോ നമുക്ക് വെക്കേണ്ടത് ആ ഒരു മെഷർമെൻറ്റിൽ ആ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു ഗീവ് അവേൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് ഞാനൊരു വീഡിയോ നാളെയോ മറ്റന്നാളോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ നോക്കുക കേട്ടോ. അതിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ആ ഒരു ഗൗണ് കൊറിയർ വഴി എത്തിച്ച് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിന് ഓൾറെഡി ഞാനൊരു ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ. അപ്പം നിങ്ങൾക്ക് ആ ഗൗണ് അത്യാവശ്യം നല്ല ഹെവി ഗൗണാണ്, കുറഞ്ഞ റേറ്റിൻ്റെ ഒന്നല്ല. സ്റ്റിച്ച് ചെയ്യിക്കുകയാണെങ്കിലും മെറ്റീരിയൽ വാങ്ങിക്കുകയാണെങ്കിലും ഒക്കെ അത്യാവശ്യം റേറ്റുള്ളത് തന്നെയാണ്. അപ്പോൾ അത് കിട്ടിയാൽ നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുകയും ചെയ്യും. അപ്പോൾ ഇതാ ടോപ്പിന് യോക്ക് പാർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ സെപ്പറേറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു തോട്ട്സാണ് കേട്ടോ ഉള്ളത്, ഇതൊക്കെ കൊടുക്കാം എന്നുള്ളത്. ഇനി അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിസൈൻസൊക്കെ മാറുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പം മെറ്റീരിയൽ അത്യാവശ്യമുള്ളതുകൊണ്ട് എന്ത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാമല്ലോ. പിന്നെ സ്ലീവിനും കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പീസ്. അപ്പോൾ അതാ ഇങ്ങനെയാണ് അതിൻ്റെ
ഫ്രണ്ട് പീസിൽ കൊടുക്കാൻ വിചാരിച്ച്. ഈ ഒരു മോഡലിലാണ് കേട്ടോ. പിന്നെ അതിൻ്റെ നെക്ക് കട്ട് ചെയ്തിട്ട് മാറ്റുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗിയിലുണ്ടാകും. വേറെ വർക്കുകളൊന്നും കൊടുക്കുന്നില്ല. പിന്നെ ഷോളിന് വന്നിട്ട് ബോർഡർ കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ആ പീസിൻ്റെ. പിന്നെ അതിൻ്റെ സ്ലീവിനും ബോർഡർ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ കാണുമ്പോൾ തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാഷാഅല്ലാഹ് നമുക്ക് നോക്കാം അതിൻ്റെ ഡിസൈൻ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോയും കൂടെ ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയാഞ്ഞിട്ടാണ്. അപ്പോൾ ടാറ്റാ.